കാസർഗോഡ് ബോവിക്കാനം എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. എരഞ്ഞിപ്പുഴ സ്വദേശി സിദ്ദിഖിന്റെ മകൻ റിയാസ്, അഷ്റഫിന്റെ മകൻ യാസിൻ എന്നിവരാണ് മരിച്ചത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ, എത്ര വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്? ഒരാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? കാസർഗോഡ് എരിഞ്ഞിപ്പുഴ പാലത്തിനോട് ചേർന്നാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. സഹോദരങ്ങളുടെ മക്കളാണ് 3 പേരും. സിദ്ദീഖും അഷ്റഫും സഹോദരങ്ങളാണ്. അഷ്റഫിന്റെ സഹോദരിയുടെ മകനാണ് സമദ്. ഈ സഹോദരങ്ങളുടെ മക്കൾ തറവാട് വീട്ടിലെത്തി. അവിടെ ഉച്ചക്ക് ഈ പുഴയോട് ചേർന്നാണ് ഇവരുടെ വീടുള്ളത്. ആ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. എരിഞ്ഞിപ്പുഴയിൽ അങ്ങനെ കുളിക്കാൻ ഇറങ്ങിയ 2 കുട്ടികൾ. ഒരു കുട്ടിയുടെ മൃതദേഹം നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് രണ്ടാമത്തെ കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയത്. ആദ്യം എരിഞ്ഞിപ്പുഴയിലെ സിദ്ദീഖിന്റെ മകൻ റിയാസിന് 17 വയസ്സുണ്ട്. മൃതദേഹം കണ്ടെത്തി. അഷ്റഫിന്റെ മകൻ യാസിന്റെ മൃതദേഹമാണ് അല്പസമയം മുൻപ് കണ്ടെത്തിയത്. മജീദിന്റെ മകൻ സമദിന് വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും തെരച്ചിൽ തുടരുന്നുണ്ട്. 3 കുട്ടികളും സഹോദരങ്ങളുടെ ഏട്ടന്റെയും അനുജന്റെയും സഹോദരിയുടെയും മക്കളാണ്. ഉപ്പളയിലാണ് ഈ മജീദിന്റെ വീട് ഉപ്പളയിലാണ്. അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് അവരുടെ കുടുംബ വീട്ടിലേക്ക് വന്നതായിരുന്നു അവധിക്കാലത്ത്. അങ്ങനെ അവധിക്കാലം ആസ്വദിക്കുന്നതിനിടയിൽ കുട്ടികൾ ഈ പുഴയിലിറങ്ങി കുളിക്കുകയായിരുന്നു. ഉച്ചയോടുകൂടി അവർ പുഴയിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ടു. ഈ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് 3 പേരും മുങ്ങിയത്. 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നീന്തൽ അറിയാം എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ അടിയൊഴുക്ക് ശക്തമാണ്. ഈ അടിയൊഴുക്കിൽ പെട്ടതാവാം അപകടത്തിന് കാരണം എന്നാണ് നാട്ടുകാരിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധരുടെ അടക്കം നേതൃത്വത്തിലാണോ അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്, ഷഫീഖ്? തീർച്ചയായും മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സിന്റെ സംഘാംഗങ്ങൾ, സ്ക്യൂബ ടീം അടക്കം ഇവിടെ പരിശോധന നടത്തുന്നത്. ഇതിന്റെ അപകടം നടന്ന അതേ സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് ഈ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിന്റെ താഴ്ഭാഗങ്ങളിലേക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തെരച്ചിൽ തുടരുന്നുണ്ട്. ഈ 2 കുട്ടികളുടെ ഇപ്പോൾ കിട്ടിയ 2 കുട്ടികളുടെയും മൃതദേഹം ഈ അപകടം നടന്ന സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ്. 3ാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആ ഭാഗത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ 3 പേരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങളുടെ മക്കളാണ്. അവർ അവധി കാലത്ത് ഈ കുടുംബ വീട്ടിലെത്തിയതായിരുന്നു. 3 പേർക്കും നീന്തൽ വശമുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ഈ പുഴയിൽ ആഴമുണ്ട്, അതോടൊപ്പം അടിയൊഴുക്കും ശക്തമാണ്. മേൽഭാഗത്തു നിന്ന് താഴ്ഭാഗത്തേക്ക് ഒഴുക്കും. അങ്ങനെ അപകടത്തിൽപ്പെട്ടതാവാനുള്ള സാധ്യത. ഒരു കുട്ടി ആദ്യം ഷഫീഖ്, അധികം ആളുകളുടെ ശ്രദ്ധ വരാത്ത ഒരു മേഖലയിലാണോ ഇവർ കുളിക്കാനിറങ്ങിയത്? മറ്റേ കരച്ചിലോ ബഹളമോ ഒന്നും കേട്ടിരുന്നില്ലേ ആരും? നാട്ടുകാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ ബന്ധുക്കൾ തന്നെ പുഴയുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് അപകടം നടന്നത്. ആദ്യത്തെ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ അപകടത്തിൽ പെട്ടു. പെട്ടതിന് ശേഷം പിന്നീട് മൃതദേഹം ലഭിച്ചു. അങ്ങനെ ആളുകൾ കേൾക്കാൻ കൂടെ തന്നെ ആളുകൾ ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പുഴയും ഈ പ്രദേശവും തമ്മിൽ നല്ല ഒരു കാടുമൂടിയ പ്രദേശം പോലെയാണ്. അങ്ങനെ ഒരു നാട്ടും പ്രദേശമാണ്. പുറമെ നിന്നുള്ള ആളുകൾക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പക്ഷെ ഇവരുടെ വീട്ടുകാരും അതോടൊപ്പം തന്നെ ആ ഭാഗത്തുള്ളവരും അലക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പുഴയാണ്. അങ്ങനെ സാധാരണ ആളുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുഴയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. അവരുടെ വീടിനോട് ചേർന്ന് അവർ സാധാരണ ഇറങ്ങി കുളിക്കുകയും അലക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്താണ് കുട്ടികൾ ഇറങ്ങിയിരുന്നത്. അങ്ങനെ അവിടെ തന്നെയാണ് അപകടം സംഭവിച്ചത്. അതാണ് നാട്ടുകാർ പറയുന്നത്. അടിയൊഴുക്കും അതോടൊപ്പം തന്നെ ആഴവും ഉള്ളത് കൊണ്ട് ഈ കുട്ടികൾ ഈ പ്രദേശത്തുള്ള ഒരു കുട്ടി മാത്രമാണ് ഉള്ളത്. മറ്റ് 2 കുട്ടികളും ഈ അവധിക്കാലത്ത് ഈ പ്രദേശത്തേക്ക് ബന്ധുവീട്ടിലേക്ക് വന്നതായിരുന്നു. 3 സഹോദരങ്ങളുടെ 2 സഹോദരന്റെയും ഒരു സഹോദരിയുടെയും മക്കളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ആ പരിചയക്കുറവും അപകടത്തിന് കാരണമായിട്ടുണ്ടാവാം. സാധാരണ ആളുകൾ ഇറങ്ങി കുളിക്കാനും അതോടൊപ്പം തന്നെ അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കടവ് തന്നെയാണ്. ഈ പുഴയോട് ചേർന്നുള്ള കടവിൽ തന്നെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. മൃതദേഹം ലഭിച്ചതും ആ ഭാഗത്ത് തന്നെയാണ്. ഷഫീഖ്, ഇപ്പോൾ കണ്ടെത്തിയ 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണോ? 2 വിദ്യാർത്ഥികളുടെയും മൃതദേഹം ഇപ്പോൾ ഇവിടെ ചെർക്കളയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ആണ് ആദ്യം കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ട് നൽകും. 3ാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും അതോടൊപ്പം നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കുട്ടികൾ ഏറെ
ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ട കുട്ടികളാണ് എന്നാണ് നമുക്ക് പരിസരവാസികളിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എല്ലാവർക്കും നന്നായി അറിയാവുന്ന, നന്നായി ഇടപെടുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അപകടം നാടിനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. 3 പേർ, ഒരേ കുടുംബത്തിലുള്ള 3 പേർ ഈ പുഴയിൽ വീണ് മരിച്ചു. അത് തെരച്ചിലിനും ആ പ്രദേശത്തും വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ കഴിച്ചു. കാസർഗോഡ് ബോവിക്കാനത്താണ് അപകടമുണ്ടായത്. എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നു.